ഹായ് ഫ്രണ്ട്സ്, ടെക് ടൈലർ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യത്തിലാണ് എല്ലാവരും ജീവിച്ചു പോകുന്നത്. നമുക്കിന്ന് പുറത്തിറങ്ങി അധികം നടക്കാൻ വയ്യ. അഥവാ പുറത്തിറങ്ങുകയാണെങ്കിൽ തന്നെ മാസ്ക് നിർബന്ധമായും ധരിക്കണം. അപ്പോൾ എല്ലാവരും ഇപ്പം ഇത്രയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എല്ലാവരുടെയും വീട്ടിൽ മെഷീനൊന്നും ഉണ്ടായിന്ന് വരില്ല. അപ്പോൾ നമുക്ക് മെഷീനില്ലാതെ ഒരു നൂലും ഒരു സൂചിയും പിന്നെ ഒരു കഷ്ണം തുണിയും ഉണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് എങ്ങനെ ഒരു മാസ്ക് ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഈ അധ്യായത്തിലൂടെ കാണിക്കുന്നത്. അപ്പോൾ ഓക്കെ, എല്ലാവരും കാണാം. ഞാൻ ആദ്യം ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പേപ്പർ ആവശ്യമില്ല, തുണിയിൽ ചെയ്താൽ മതി. അപ്പോൾ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് പേപ്പർ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലത്തെ ഒരു പേപ്പർ, ഇതൊരു തുണിയാണെന്ന് സങ്കല്പിക്കാം. അപ്പോൾ ആ തുണിയിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഇതുപോലെ കറക്റ്റ് റൗണ്ട് വരച്ചെടുക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ വരച്ച റൗണ്ട് കറക്റ്റ് കട്ട് ചെയ്തെടുക്കണം. ഈ അളവിൽ കറക്റ്റ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇതാണ് നമ്മൾ മാസ്ക് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കട്ടിങ്. ഇത് നമ്മൾ തുണിയിൽ ചെയ്യാം. തുണിയിൽ ഇങ്ങനെ വരച്ചിട്ട് കട്ട് ചെയ്യാം. തുണിയിൽ വരക്കാൻ ബുദ്ധിമുട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പ്ലേറ്റ് എടുത്തിട്ട് നിങ്ങൾ പേപ്പറിൽ വരച്ചാൽ മതി. വരച്ചിട്ട് അത് തുണിയുടെ കൂടെ വെച്ചിട്ട് ആ തുണി കട്ടിലെടുത്താൽ മതി. കറക്റ്റ് റൗണ്ട് ഷേപ്പ് നമ്മളിത് കട്ടിലെടുത്ത് എന്നിട്ടിത് ഇതിപ്പോൾ തുണിയല്ലേ, ഈ തുണിയുടെ നമ്മൾ കറക്റ്റ് സെൻറ്റർ ഫോൾഡ് ചെയ്യാം. ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. ഒരു ഫോൾഡ് കൂടെ ചെയ്യാം. അപ്പോൾ നമുക്കിതിനെ 4 പീസാക്കി മുറിക്കാം ഒരേ അളവിൽ. ഈ ഫോൾഡ് ചെയ്ത മടക്കിൽ നമ്മളൊന്ന് കട്ട് ചെയ്യാം. പിന്നെ നമ്മൾ വേറെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഇവിടെ ആദ്യം ഫോൾഡ് ചെയ്തത് ഇവിടെ കട്ട് ചെയ്യാം. ഇങ്ങനത്തെ 4 പീസാണ് നമുക്ക് ഇങ്ങനെയാണ് കട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, അങ്ങനെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തുണിയാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഇനി എങ്ങനെ ഒരു മാസ്ക് നമുക്ക് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്ത് സൂചി നൂല് ഉപയോഗിച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമ്മളിതെടുത്തിട്ട് ഇതുണ്ടോ, ഇതിൻ്റെ ഈ റൗണ്ട് ഭാഗം ഇത് തമ്മിൽ നമ്മൾ ആദ്യം സൂചി നൂല് ഉപയോഗിച്ചിട്ട് ജോയിൻ്റ് ചെയ്യാം. ഞാനിവിടെ സൂചിയിൽ നൂല് 2ആയിട്ട് ഇട്ടിട്ടുള്ളേ. നിങ്ങൾക്ക് കാണാതാ, ഇതിപ്പോൾ ഇത് ഒരു പൂക്കളുള്ളൊരു തുണിയാണ്. അപ്പോൾ നമ്മൾ ഈ പൂക്കളാണ് നമുക്ക് നല്ല ഭാഗത്ത് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ 2 പീസിൻ്റെ പൂക്കളുള്ള ഭാഗം ഒരേമാതിരി വെച്ചിട്ട് ഈ റൗണ്ടുള്ള ഭാഗം നമ്മൾ എന്ത് ചെയ്യുക, ഇത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്ത് കാണിച്ചത് ഒരു കുത്തൂടെ കുത്തുക. ഒപ്പം വെക്കണം. അങ്ങനെ കുത്തിയിട്ട് ആ നൂലിൻ്റെ ലാസ്റ്റ് എൻഡിലൊരു കെട്ടിട്ട് കൊടുക്കണം കേട്ടോ. ഒരേ വീതിക്ക് അങ്ങനെ കുത്തിപ്പോയാൽ ഇത് പെട്ടെന്ന് അഴിഞ്ഞു പുറത്തൊന്നുമില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ്ങാണ് കാണിച്ചിരുന്നത്. എല്ലാവർക്കും ഇത് ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകണമെന്നുണ്ടെങ്കിലും മാസ്ക് നിർബന്ധമാണ്. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു മാസ്കാണ്. പ്രത്യേക ഷേപ്പാണ്, സാധാരണ കാണുന്നൊരു ഷേപ്പല്ല. നല്ല രസമുണ്ടാകും, ഭംഗിയുള്ള മാസ്കായിരിക്കും. കുട്ടികൾക്കൊക്കെ സ്കൂളിലൊക്കെ വെച്ചുകൊണ്ട് പോകാൻ ഈസിയാണ്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ മെഷീനിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് തുന്നിയെടുക്കാം. അങ്ങനെ മൊത്തമായിട്ട് ഇവിടുന്ന് ഇവിടം വരെ തുന്നുക. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ തുന്നിയത് നിങ്ങൾ കണ്ടില്ലേ, ഇങ്ങനെ കുത്തും. ഇങ്ങനെ കുത്തി ഈ നൂലിതാ ഇത് പിടിച്ചതിൻ്റെ മുകളിലൂടെ സൂര്യൻ്റെ മുകളിലൂടെ ഒരു കറക്കി ജസ്റ്റ് ഒന്ന് വലിക്കാം. ഇങ്ങനെ ആ തല വരെ എൻഡ് വരെ ഇങ്ങനെ ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് കൊണ്ട് ചെയ്യാനുള്ള പണിയേ ഉള്ളൂ. ഇപ്പോൾ നമ്മളിതാ ഈ ഇവിടം മുതൽ എൻഡ് വരെ തുന്നി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്യാം. നൂലിവിടെ ഒരു കെട്ടിട്ട് കൊടുത്തിട്ട് ഇവിടെ എൻഡ് കെട്ടിട്ട് കൊടുത്തിട്ട് നൂല് കട്ട് ചെയ്യാം.
നമ്മളിപ്പോൾ ഇത് തുന്നി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല വലിച്ച് ടൈറ്റാക്കി തുന്നി എടുക്കണം. ഇപ്പോൾ ഒരു പീസ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ 4 പീസ് ഉണ്ടാവും നമ്മൾ കട്ട് ചെയ്ത ഒരു റൗണ്ടിൽ. അടുത്ത പീസും ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്ത് എടുക്കുക. നമ്മൾ രണ്ടാമത്തത് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിയാനായി. എന്നിട്ട് ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് ഒരു സ്റ്റിച്ചിങ് ഉണ്ട്. അവിടെ ഞാൻ ഇത് കണ്ടോ, നമ്മൾ രണ്ടും ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നല്ല വശവും മറ്റേ നല്ല വശവും 2 വശം കൂടി ഒപ്പം വെച്ചിട്ട് ഇങ്ങനെ ഇടുക. കണ്ടോ, ഇപ്പോൾ ഒരു തൊപ്പി മോഡൽ, ഇങ്ങനെ ഒരു തോണി മോഡൽ കണ്ടോ, ഇങ്ങനെ ഇടുക. അങ്ങനെ ഇട്ടിട്ട് ഈ മൂലേന്ന് ഒരു ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക. ഇതാ ഇത്രയും ഗ്യാപ്പ് ഇവിടെ ഇടണം. അവസാനം നമുക്ക് മറിക്കാനുള്ളതാണ്. ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങും. നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത അതേ സിസ്റ്റത്തിൽ തന്നെ അത് മുഴുവൻ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പുറത്തെ സൈഡ് വരെ 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിതാ ഇതിൻ്റെ എൻഡിൽ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിട്ട് നിർത്തുകയാണ്. ഇവിടെ ഇത്രയും ഗ്യാപ്പ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട് ഇത് മറിക്കാൻ വേണ്ടിയിട്ട്. ഇത് മറിക്കുന്ന എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. സ്ട്രേറ്റ് ഇത് മറിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനൊരു ഈർക്കിളി എടുത്തിട്ടുണ്ട്. കേട്ടോ, നമ്മൾ ഈ ഭാഗത്ത് ഇവിടെയാണ് നമ്മൾ ഓപ്പൺ ഉള്ളത് കുറച്ച് ഭാഗം. അപ്പോൾ നമ്മളതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് എന്താ അങ്ങനെ ഇത് തുണിയുടെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ മറിച്ച് അങ്ങനെ കൊണ്ടുപോവുക. എന്നിട്ടതാ അതിനുള്ളിൽ ഇട്ടിട്ട് ഈർക്കിയുടെ ആവശ്യം കഴിഞ്ഞു. സംഭവം മറിച്ച് കഴിഞ്ഞു. ഇതുണ്ടോ, നമ്മൾ കടയിൽ നിന്ന് ഇങ്ങനത്തെ ഒരു മാസ്ക് വാങ്ങണമെങ്കിൽ സാധാരണ നോർമൽ തുണി കൊണ്ട് സാധാരണ ടൈപ്പിൽ തയ്ച്ചൊരു മാസ്കിന് തന്നെ 10, 20, 25 രൂപ വിലയുണ്ട്. ഇത് നല്ല അടിപൊളി മാസ്കാവും. മുഖത്ത് തന്നെ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും. ഇനി ഇതിന് നമുക്ക് എലാസ്റ്റിക് കൂടി 2 ചെറിയ കഷ്ണം എലാസ്റ്റിക്കോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ കയറാണുള്ളതെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് കയറ് വെച്ച് തുന്നിയാൽ മതി. എലാസ്റ്റിക് ഉണ്ടെന്നുണ്ടെങ്കിൽ എലാസ്റ്റിക് എങ്ങനെ വെക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് ഇവിടെ നമ്മളിങ്ങനെ മടക്കി ഇവിടെ ഇങ്ങനെ മടക്കാം ഭാഗം മടക്കിയിട്ട് ഇവിടെ ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് തുന്നുക. നേരത്തെ തുന്നിയ പോലെ തന്നെ ഈ മൂല മാത്രം ഇങ്ങനെ ഈ ഭാഗം തുന്നി കൊടുക്കുക. ഇങ്ങനെ മടക്കി ഒരു മടക്ക് ഇങ്ങനെ മടക്കിയിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തുന്നി കൊടുക്കുക. നമ്മൾ എവിടെയും പോകില്ല, അവിടെ നിൽക്കുക. ചടുപ്പിച്ച് നല്ല ടൈറ്റാക്കി തുന്നിക്കഴിഞ്ഞാൽ പൊട്ടിപ്പോരൊന്നുമില്ല. നല്ല അടിപൊളി മാസ്കായിട്ട് നമുക്ക് മെഷീനൊന്നും ഇല്ലാതെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് തുണിയും ഒരു നൂലും സൂചിയും ചെറിയ കഷ്ണം പ്ലാസ്റ്റിക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്തെടുക്കാം എളുപ്പത്തിൽ. ഇങ്ങനെ ഇതേപോലെ 2 സൈഡ് നമ്മൾ തുന്നി എടുക്കുക. ഒരു സൈഡ് പിന്നെ തുന്നി ഒരു സൈഡ് കൂടെ തുന്നാനുണ്ട്. ഇവിടെ നല്ല കെട്ട് 2 സൈഡ് നല്ല വൃത്തിയായിട്ട് നല്ല കെട്ടിട്ട് കൊടുക്കണം. ഈ സൈഡ് നമ്മൾ തുന്നി, അതേപോലെ ഈ സൈഡും നമ്മൾ ജസ്റ്റ് തുന്നി. ഇവിടെ പിന്നെ 2 മടക്ക് മടക്കണമെന്നില്ല, ഒരു മടക്കിട്ട മടക്ക് ഇങ്ങനെ വെച്ചാൽ മതി. കാരണം ഇവിടെ നമ്മൾ ഉള്ളിൽ സ്റ്റിച്ച് ചെയ്ത് പോയ ഭാഗമല്ലേ, ഒറ്റ മടക്ക് വെച്ചിട്ട് തുന്നിയാൽ മതി. കെട്ട് നല്ലോണം ഇട്ട് കൊടുക്കണം. ഇത് നല്ല പ്രാധാന്യമുണ്ട് ഇതിന്. കെട്ട് ശരിക്കും ഇട്ടിട്ടില്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അഴിഞ്ഞ് പോരും. നൂലും സൂചിയും ഇല്ലാത്ത വീടുകൾ അപൂർവമായിരിക്കും. അപ്പോൾ പഴയ കഷ്ണം തുണി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ പെട്ടെന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ മാസ്ക് ഇതുപോലെ തുന്നിയെടുക്കാൻ പറ്റും. മെഷീന് വേണമെന്നുള്ളൊരു ആവശ്യമില്ല. പിന്നെ അതിൻ്റെ സ്റ്റിച്ചുകളൊന്നും വെളിയിൽ കാണാത്തതുകൊണ്ട് ഇത് കൈകൊണ്ട് തുന്നിയ മാസ്കാണോ മെഷീനിൽ അടിച്ച മാസ്കാണോന്നൊന്നും ആർക്കും അറിയില്ല. ഉണ്ടോ, ഇവിടെയൊക്കെ തേച്ച് കൊടുക്കുക. ഇങ്ങനെ മടക്കി വെക്കുക. എന്നിട്ട് നല്ല അടിപൊളിയായിട്ട് തേക്കുക. ഇങ്ങനെ മടക്കിയിട്ട് 2 ഭാഗം. നമുക്ക് ഇതിന് എലാസ്റ്റിക് ഇടാം. 6 ഇഞ്ചിൽ 2 പീസ് കട്ട് ചെയ്യാം. 2 പീസ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇനി ഇത് നമ്മളിവിടെ മടക്കി തുന്നി വെച്ചില്ലേ, ഈ ഓട്ടേൻ്റെ ഉള്ളിലൂടെ ഇട്ട് കൊടുക്കുക. അത് ഇടാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ആ ഈർക്കിലെടുക്കുക. ഈർക്കിലെടുത്തിട്ട് ഇതാ ഈർക്കിലിടെ എൻഡിൽ ഇങ്ങനെ പിടിച്ചാൽ മതി. ഇങ്ങനെ പിടിച്ചാൽ മതി, വലിച്ചിങ്ങനെ പിടിച്ചാൽ മതി. അപ്പോൾ എലാസ്റ്റിക്കാണ് അപ്പുറത്തൂടെ കിട്ടും. എന്നിട്ടിതിവിടെ ജസ്റ്റ് പിടിച്ചിട്ട് കെട്ടിയിട്ട് കൊടുക്കും. അത് എലാസ്റ്റിക്കാണ്, അപ്പോൾ വലിഞ്ഞ് നിൽക്കും. ഇപ്പോൾ കൂടുതൽ ടൈറ്റായിട്ട് നിൽക്കണമെന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു 6 ഇഞ്ചൊക്കെ എടുക്കുക പീസ് കേട്ടോ. എന്നിട്ട് ഈ കെട്ടിയ ഭാഗം ഇതിനകത്തോട്ട് കയറ്റി കൊടുക്കുക. മാസ്ക് വാങ്ങാൻ വേണ്ടി മാത്രം നമ്മൾ വെളിയിൽ പോയിട്ട്
നമ്മൾ അസുഖം കൊണ്ട് വീട്ടിൽ വരേണ്ട ആവശ്യമില്ല. ചില ആളുകൾ അങ്ങനെയുണ്ട്. ഇതുണ്ടോ, പെർഫെക്റ്റ് മാസ്കാണ്. ഇത് നമുക്ക് മെഷീനിലും ചെയ്തെടുക്കാം, പിന്നെ ഇങ്ങനെ കൈകൊണ്ട് നമുക്ക് തുന്നിയെടുക്കുന്നത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഓക്കെ, നിങ്ങളെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിലും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എന്നിട്ട് പുതിയ ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.